അപ്പോൾ 2026 നടക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് വ്യത്യാസങ്ങളെ പറ്റി പറയാനുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യത്യാസങ്ങളെ പറ്റി പറയുമ്പോൾ പ്രിപ്പറേഷനുള്ള വ്യത്യാസത്തിനെ പറ്റി പറയാനുണ്ട്, പരീക്ഷയിലുള്ള വ്യത്യാസത്തിനെ പറ്റി പറയാനുണ്ട്. നമ്മൾ ദിശ അക്കാദമി ഇത്തവണ എന്താ ചെയ്യുന്നത്, പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടി പറയാനുണ്ട്. ആ ഒരു പ്ലാൻ എനിക്ക് നിങ്ങളുടെ മുന്നിൽ, പ്രത്യേകിച്ച് മാത്സുമായി ബന്ധപ്പെട്ട് എന്താണ് പ്ലാൻ എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് വന്നത്. അപ്പൊ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എനിക്ക് പലപ്പോഴും ഇറിറ്റേഷൻ ഇൻ ദ സെൻസ് ഒരിക്കലും കുട്ടികൾ മോശം ആ രീതിയിൽ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ എനിക്ക് പലപ്പോഴും അയ്യോ അങ്ങനെ ചോദിക്കാൻ പാടില്ല, അവരങ്ങനെ ചോദിക്കേണ്ട ആളുകളല്ല എന്ന് തോന്നിയ ഒരു സാഹചര്യം ഉണ്ടായത് കമന്റ് ബോക്സിൽ എനിക്ക് 45 മാർക്കുണ്ട് സാർ, എന്തെങ്കിലും സാധ്യതയുണ്ടോ, ഞാൻ രക്ഷപ്പെടുവോ എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ എനിക്ക് 50 മാർക്കുണ്ട്, അല്ലെ 70 മാർക്ക് ആയിക്കോട്ടെ, അത്രയും മാർക്കുണ്ട് സാർ, ഞാൻ രക്ഷപ്പെടുവോ എന്നുള്ളൊരു നമുക്കൊരു വല്ലാത്ത സങ്കടത്തോടെ കമന്റ് ബോക്സിലൊക്കെ വന്ന്, ശരിക്കും പറഞ്ഞ സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ കുട്ടികൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം അടുത്ത വർഷം ഉണ്ടാവരുത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഒരു കമന്റ് ബോക്സിലും, അത് ദിശ അക്കാദമി എന്നല്ല, ഈ കേരളത്തിലുള്ള ഒരു കമന്റ് ബോക്സിലും പോയിട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. അത്രയും എന്താ പറയാ, നമ്മൾ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ ഒരിക്കലും പാടില്ല. എവിടെയായാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനുള്ള മാർക്ക് അടുത്ത തവണ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ആരോടും ചോദിക്കണ്ട, എനിക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ള ഒരു മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതിൽ കുറെ പ്രശ്നങ്ങളും ഈ വരുന്ന വർഷം നിങ്ങൾ ഫേസ് ചെയ്യാനുണ്ട്. അതെന്താണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്നത് എങ്ങനെയാണ്, ആരോടും ചോദിക്കേണ്ടി വരരുത് പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്കലിന് പോകേണ്ടി വരുമോ, എനിക്ക് ഫിസിക്കൽ കിട്ടുമോ, ഇനി അല്ല മീൻസ് ഫിസിക്കലിലേക്കുള്ള അഡ്മിഷൻ കിട്ടുമോ, അത് കഴിഞ്ഞാൽ ഫിസിക്കലിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ, ഇത്തരത്തിലുള്ള ചോദ്യം നിങ്ങൾ ആരോടും ചോദിക്കേണ്ടി വരരുത്. അത് നിങ്ങൾക്ക് തന്നെ ധാരണ ഉണ്ടാവണം. പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഇത് സിമ്പിൾ, ഞാൻ എന്തായാലും ഇതിൽ ഇത്ര മാർക്കിന്റെ മുകളിൽ വാങ്ങും, ഇത്ര മാർക്കിന്റെ മുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ കമന്റിൽ ചോദിച്ചിരുന്നു, സാർ എനിക്ക് 146 മാർക്കാണ് കട്ട് ഓഫ് ഉള്ളത്, എനിക്ക് NCB കിട്ടുമെന്ന് സംശയമുണ്ട്. അതൊരു സംശയമാണ്. NCB കിട്ടുമെന്ന് സംശയമുണ്ട്, ബാക്കിയുള്ളതൊക്കെ പുഷ്പം പോലെ കിട്ടും. അപ്പൊ അയാളെ ലൈഫ് അവിടെ സെറ്റിലാണ്. ആ രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. അപ്പോ നമ്മൾ ഈ 40, 30 എന്നുള്ള ആ ഒരു ലെവലിൽ നിന്നും ഒരു ജമ്പ് തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ലെവലിൽ നിന്നല്ല നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. വലിയൊരു ജോലിയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എല്ലാ വർഷവും 50,000-ത്തിനടുത്ത് വേക്കൻസി തന്ന് യുവാക്കളെ ജോലിയിലേക്ക് എത്തിക്കുന്ന SSC GD എക്സാം വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. അതിന് നിങ്ങൾക്ക് യോഗ്യത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം മാർക്ക് വാങ്ങണം. ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുത്ത് യോഗ്യത ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാ, ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കൊണ്ടാണ്. അപ്പൊ ഈ ലൈവ് ഇന്ന് കാണുന്ന മുഴുവൻ ആളുകൾക്കും, എത്ര ആളുകൾ കാണുന്നുണ്ടോ അത്രയും ആളുകൾക്ക് ഈ വർഷത്തെ പരീക്ഷ എഴുതുമ്പോൾ ഈ ഒരു യോഗ്യത ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഞാൻ അവസാനത്തേക്ക് മറുപടി തരാം. ഓക്കെ, ഞാൻ പറഞ്ഞു വേക്കൻസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2023 മുതൽ, അതായത് 2022 എക്സാം ആണ്, പക്ഷെ 2023 നടന്നത്. അതിൽ 53,000-ഓളം വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. 2024 46,000-ഓളം വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. വീണ്ടും 2025 വന്നപ്പോൾ 53,000-ഓളം വേക്കൻസി വന്നു. 2026 നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? അപ്പൊ ആദ്യത്തെ ചോദ്യം, സാർ 2026 50,000 ഉണ്ടാവുമോ വേക്കൻസി? ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ പോരെ. 50,000 ആൾക്കാർ പങ്കെടുക്കുമ്പോൾ അതിൽ ഒരാളായിട്ടേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയാണ് നമ്മൾ ആദ്യം മാറ്റി വെക്കേണ്ടത്. നിങ്ങൾ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 10 വേക്കൻസി ഉണ്ടെങ്കിൽ ആ 10-ൽ 1 എന്റേതാണ്, 1 വേക്കൻസിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് എന്റേത് മാത്രമാണ് എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കലാണ് സത്യം പറഞ്ഞാൽ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ആ പ്രിപ്പറേഷനാണ് വേണ്ടത്. അതാണ് നേരത്തെ നമ്മളോട് പറഞ്ഞത്. ഏതെങ്കിലും കമന്റ് ബോക്സിൽ പോയിട്ട് വേക്കൻസി കൂടുമോ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, വേക്കൻസി കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാവരുത് എന്റെ രക്ഷപ്പെടൽ ഇരിക്കുന്നത്. എന്റെ രക്ഷപ്പെടൽ ഞാൻ തീരുമാനിക്കുന്നതായിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. വേക്കൻസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക, മാർക്കിനെ കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കില്ലേ? അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ആ ആഗ്രഹത്തോടെ വേക്കൻസി എത്രയായാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ള ഒരു
എന്താ നമ്മൾ സിഗ്മ എന്നൊക്കെ പറയില്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാം, മാത്സിന്റെ സിലബസ്. ഇതിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ടും ഇന്നത്തെ ഒരു സെഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മാത്സിന്റെ പേര് എലമെന്ററി മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. നമുക്ക് എല്ലാ SSC പരീക്ഷയ്ക്കുള്ളത് പോലത്തെ കണ്ടന്റുകളൊന്നും ഇല്ല. നമുക്ക് എലമെന്ററി മാത്തമാറ്റിക്സ് എന്നാണ് നമ്മുടെ മാത്സിന്റെ പേര്. എലമെന്ററി മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്ററി എന്ന് പറഞ്ഞാൽ എലമെന്ററി സ്കൂൾ എന്താ? ചെറിയ 1ാം ക്ലാസ് 2ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെയാണ്, ചെറിയ സ്കൂൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് പേര് ഇട്ട് തന്നിരിക്കുന്നത്. ആ SSC GDന്റെ മാത്സ് എലമെന്ററി മാത്തമാറ്റിക്സ് ആണ്. പക്ഷേ സിലബസ് നോക്കുമ്പോഴും ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും മറ്റേതുമായിട്ടൊക്കെ സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പഠിക്കാനാണെങ്കിൽ അത്യാവശ്യം കണ്ടന്റ് ഉണ്ട് താൻ. ഓക്കെ, ഇവിടെയാണ് നമുക്ക് പലർക്കും അടി പതറുന്നത് അല്ലേ? ആണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി സബ്ജക്റ്റ് ഒക്കെ നന്നായിട്ട് പഠിക്കുമായിരിക്കും, പക്ഷെ മാത്സ് മാത്രം പഠിക്കാൻ പറ്റുന്നില്ല. ആ ഒരു മാനസിക പ്രശ്നം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി സബ്ജക്റ്റിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അതാണ് നമ്മൾ തിരുത്തി വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇത്തവണ മാത്സിന് വളരെ പ്രാധാന്യം കൊടുക്കണം. മാത്സിന് മുഴുവൻ മാർക്കും, ഞാൻ നമ്മുടെ തംബ്നെയിൽ പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ മാത്സിന് മുഴുവൻ മാർക്കും വാങ്ങുക എന്നുള്ളതായിരുന്നു അല്ലെ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ദിസ് സെക്ഷൻ വിൽ ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻസ് ഓൺ പ്രോബ്ലം റിലേറ്റഡ് ടു നമ്പർ സിസ്റ്റം, computation of whole numbers, decimals, fractions, relationship between numbers, fundamental arithmetic operations. ഓക്കെ, എന്ന് പറഞ്ഞാൽ ചെറിയ 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 കാര്യങ്ങൾ, നമ്മുടെ പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ പോലുള്ള കുറെ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പ്ലസ് അതിന്റെ കൂടെ തന്നെ പെർസെന്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ആവറേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ലോസ്, ഡിസ്കൗണ്ട്, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, ടൈം ആൻഡ് വർക്ക്, എക്സെട്ര. ഈ എക്സെട്രയാണ് ഏറ്റവും വലിയ കള്ളൻ. എക്സെട്ര എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർക്ക് കൊടുക്കാന്ന് അർത്ഥം. അപ്പൊ ഇതിനകത്ത് ഈ പേരുള്ള ചാപ്റ്ററുകളും പിന്നെ അല്ലറ ചില്ലറ ചാപ്റ്ററുകളും കൂടെ ഉൾപ്പെട്ടുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കഴിഞ്ഞ വർഷത്തെ എക്സാം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ സ്ട്രാറ്റജി, ഇതേ സിലബസിൽ കഴിഞ്ഞ വർഷത്തെ സ്ട്രാറ്റജി എന്തായിരുന്നു ഞാനൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം 300ഓളം ടൈപ്സ് ആണ് ഐഡന്റിഫൈ ചെയ്തത്. SSC GD എക്സാമിന് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ടൈപ്പുകളെ നമ്മൾ വേർതിരിച്ചപ്പോ നമുക്ക് എന്ത് ചെയ്തിട്ടു 300 ടൈപ്സ് കിട്ടിയിട്ടുണ്ട്. 300+ ടൈപ്സ്, ഏകദേശം 300 ടൈപ്സ്. ഈ 300 ടൈപ്പും നമ്മളെ കുട്ടികളെ, നമ്മൾ അവരോട് 300 ടൈപ്പ് എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മൾ നൈസായിട്ട് ചാപ്റ്ററിന് പേരിട്ടിട്ട് ഓരോ ചാപ്റ്ററിലും 10ഉം 12ഉം ടൈപ്സ് വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടേയിരുന്നു. ആ 300 ടൈപ്സിൽ ഒരുപാട് ടൈപ്സ്, ഭൂരിഭാഗം ടൈപ്സ് എന്ത് ചെയ്തു ഇത്തവണത്തെ എക്സാമിന് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ആ ടൈപ്സ് ബേസ് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം എന്ത് ചെയ്തത് എക്സാമിന് പ്രിപ്പയർ ചെയ്തത്. എനിക്ക് തോന്നുന്നത് യോധ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഇതില്, യോധ പ്രീമിയം ബാച്ചിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അവർ പോലും അറിയാതെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഈ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന 300 ടൈപ്സ് ആയിരുന്നു. നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. നമ്മളെ ടോട്ടൽ നമുക്ക് ഉണ്ടായിരുന്ന ക്ലാസ് എനിക്ക് തോന്നുന്നത് ഒരു 70 ഹവറിന്റെ അടുത്ത് നോർമൽ ക്ലാസ്സും, മാത്സിന്റെ മാത്രം കാര്യമാണ് പറയുന്നത്, 70 മണിക്കൂറിന്റെ അടുത്ത് നോർമൽ ക്ലാസ്സും പ്ലസ് ഫൗണ്ടേഷൻ ക്ലാസ്സസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ടോട്ടൽ ഒരു 100-140 മണിക്കൂറിന്റെ ക്ലാസിന്റെ ഉള്ളിൽ 300 ടൈപ്സ് ആണ് നമ്മൾ കവർ ചെയ്ത് പോയത്. ഓക്കെ, അപ്പൊ അങ്ങനെ 300 ടൈപ്സ് കവർ ചെയ്ത് അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യാനും കൂടെ ഒരു അവസരം കിട്ടിയപ്പോഴേക്കും ഒരുപാട് കുട്ടികൾക്ക് നല്ല സ്കോർ. ഈ ടഫ് ആയിട്ടുള്ള ഷിഫ്റ്റില് 10ഉം 14ഉം ക്വസ്റ്റ്യൻസ് വരെ ശരിയാക്കിയ ആൾക്കാരുണ്ട്. ഈസി ഷിഫ്റ്റിൽ അത് 18 വരെയൊക്കെ പോയവരുണ്ട്. അപ്പൊ അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു, നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എലമെന്ററി മാത്തമാറ്റിക്സിൽ സിലബസ് ഇങ്ങനെയാണെങ്കിലും നമുക്ക് പഠിക്കാൻ 300+ ടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ കാര്യമാണ്, അതായത് അതിന്റെ മുന്നത്തെ വർഷത്തെ കാര്യമാണ്, അല്ലെങ്കിൽ അതിന്റെയും മുന്നത്തെ വർഷത്തെ കാര്യമാണ്. ഇനിയുള്ള വർഷത്തില് ഒരു പ്രശ്നമുണ്ട്. 2024 വരെ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? 2024, അതായത് 2025 എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് 300 ടൈപ്സ് പഠിച്ചാൽ മതിയായിരുന്നു എങ്കിൽ ഇത്തവണത്തെ സ്ട്രാറ്റജിയിൽ അത് ഉൾപ്പെടുത്തിയാൽ നമുക്ക് ചെറിയ പണി കിട്ടാനുണ്ട്. ഓക്കെ, അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ TCS എന്ന് പറയുന്ന എക്സാം നടത്തുന്ന വെൻഡർ ചേഞ്ച് ആകുകയാണ്. പുതിയൊരു വെൻഡർ വരാൻ പോവുക. നമ്മളെ ബാധിക്കുമോ? നമ്മളെ കാര്യമായി ബാധിക്കുമൊന്നുമില്ല. സ്റ്റിൽ നമുക്കും പരീക്ഷയിലെ ചോദ്യങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാറുന്നൊന്നല്ല കേട്ടോ. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാലുള്ള പ്രശ്നം നിങ്ങൾ പെട്ടെന്ന് ടെൻഷൻ ആവുന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല. വളരെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം.
അതായത് ചോദ്യം ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പഠിക്കുന്ന ടൈപ്പ് ഉണ്ട്, എലക്ഷനിൽ ഇന്ന ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ സക്സസീവ് ചേഞ്ചിൽ ഇന്ന ടൈപ്പ് ഉണ്ട്, ഡിസ്കൗണ്ടിൽ ഇന്ന ടൈപ്പ് ഉണ്ട്. അങ്ങനെ നമ്മൾ ടൈപ്പ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. റേഷ്യോ പ്രൊപ്പോർഷനിൽ എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ടൈപ്സ് ഒക്കെ പൊട്ടിച്ചുകൊണ്ട് ചിലപ്പോൾ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാം. വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അധികമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എപ്പോ പുതിയൊരു വെണ്ടർ വരികയാണെങ്കിൽ, പുതിയ വെണ്ടർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ മാറ്റം ഉള്ളത് കൊണ്ട് തന്നെ TCS നടത്തിക്കൊണ്ടിരുന്ന സമയത്തെ 300 ടൈപ്സ് മാത്രം നമ്മൾ പഠിച്ചിരുന്നാല് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയതുപോലെയാണ്. നമുക്ക് പഴയതുപോലെ സ്കോർ ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ പഴയതുപോലെ സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില കുട്ടികളുടെ പിന്നിലായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്തവണ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ തന്നെ ആയിരിക്കണം കേരളത്തിൽ ഏറ്റവും നല്ല സ്കോർ വാങ്ങുന്നത് നമ്മളെ ഫോളോ ചെയ്യുന്ന കുട്ടികൾ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു വാശിയുണ്ട്. അത് എല്ലാ പ്രാവശ്യവും നടക്കുന്നുണ്ട്. ഇത്തവണ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ 2025 അല്ലെങ്കിൽ ഈ 25 സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന യോധ നമ്മുടെ GD പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ 30 കൺസെപ്റ്റ് എന്നുള്ളൊരു ഐഡിയ ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 300 ടൈപ്സ് അല്ല, 30 കൺസെപ്റ്റ്. ഈ 300 ടൈപ്പും ബേസ് ചെയ്യുന്നത് ഏകദേശമാണ് കേട്ടോ 30 കൺസെപ്റ്റ്. 35ഓളം കൺസെപ്റ്റുകൾ ഉണ്ട്. 35ഓളം മാത്സിന്റെ കൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് ഈ 300 ടൈപ്പ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ഈ 30 കൺസെപ്റ്റുകൾ പഠിച്ചാലുള്ള ഗുണം എന്താണ്? നമ്മൾ കൂടുതൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ടൈപ്പ് എന്തായാലും ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മളൊരു ആപ്പിളിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞത് റിവിഷന്റെ സമയത്ത് അത് അങ്ങനെ തന്നെ എക്സാമിന് വാല്യൂ പോലും മാറാതെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ആ ലൈവിൽ ഉണ്ടായിരുന്നതിൽ ആ സെയിം GK ഒക്കെ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ മാത്സിന്റെ സെയിം ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ടൈപ്പ് ബേസ് ചെയ്തായതുകൊണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ പറയാണ്, നമ്മൾ ടൈപ്പ് ബേസ് ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ട് നമ്മൾ കുറച്ചും കൂടെ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ ഇനി എക്സാമിന് ചിലപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ, ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഉണ്ടാവണം. അത് സോൾവ് ചെയ്യാൻ പറ്റണം. അതിനാര് ഹെൽപ്പ് ചെയ്യും? കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യും. കൺസെപ്റ്റ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. എങ്ങനെയാണെന്നുള്ള സംശയമില്ലേ? നമുക്ക് ശരിയാക്കി തരാം. ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും കൺസെപ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രത്തോളം നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കൊള്ളുക, ഇത്തവണ നമ്മൾ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 300 ടൈപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതേപോലെ തന്നെ അതിന് മുന്നത്തെ വർഷം ഉണ്ടായിരുന്നു, നമ്മൾ ടൈപ്പ് ബേസ് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ടൈപ്പ് ബേസ് ചെയ്ത് പോയ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന റിസൾട്ടുകളാണിത്. ഈ റിസൾട്ടിന്റെ ഈ ഒരു പോസ്റ്ററൊക്കെ കാണുമ്പോൾ, ഫോട്ടോസ് കാണുമ്പോൾ നമ്മുടെ പിള്ളേർ തന്നെ ചിലപ്പം തെറി പറയാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാവരെയും ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫോട്ടോ ഉൾപ്പെടുത്താത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നമ്മുടെ എഡിറ്ററിനെ വഴക്ക് പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കമന്റ് ആയിട്ട് ഇട്ടുള്ള ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചതേ ഉള്ളൂ. കാരണം ഇവരെ ഹാർഡ് വർക്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇവരല്ല, ഇരട്ടിയിലധികം ആളുകളുണ്ട്, എനിക്കിത്രേ കിട്ടിയുള്ളൂ. അവരുടെ ഹാർഡ് വർക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ 300 ടൈപ്പും പ്രോപ്പർ ആയിട്ട് ഇരുന്ന് പഠിച്ച ആളുകളാണ്. അല്ലെങ്കിൽ ഇതിൽ ഓഫ്ലൈൻ സെന്ററിലെ കുട്ടികളുണ്ട് കേട്ടോ. അതായത് റെഗുലർ ആയിട്ട് പഠിച്ച് നമ്മളെ കൂടെ വന്ന് പഠിച്ച കുട്ടികളുണ്ട്. ഈ SSC GD വേണ്ടി മാത്രമായിട്ട് പഠിച്ച കുട്ടികളുണ്ട്. അവര് എന്താ ചെയ്തിട്ടുള്ളത്? ഈ ടൈപ്പുകളൊക്കെ പ്രോപ്പറായി മനസ്സിലാക്കി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് കഴിഞ്ഞ വർഷം നടന്ന കേസ്. ഇനി ഈ വർഷത്തിലേക്ക് വരുമ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസെപ്റ്റ് പഠിക്കണം എന്ന് ഞാൻ പറയുകയാണ്. കൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് യൂട്യൂബ് വഴി കൺസെപ്റ്റ് പഠിക്കുക? അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് കൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത്? ഇതൊരു വലിയ പ്രശ്നമല്ലേ? നമുക്ക് കൺസെപ്റ്റുകൾ പഠിക്കണ്ടേ? കൺസെപ്റ്റ് എങ്ങനെ പഠിക്കും? കൺസെപ്റ്റ് പഠിക്കാനുള്ള 3 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 3 മാർഗങ്ങളിൽ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട്, ഇതിലൊക്കെ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും സീരിയസ് ആയിരിക്കണം. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുകയാണ് SSC GD എക്സാം നടക്കാൻ, നോട്ടിഫിക്കേഷൻ വരാൻ ഇനി 6 മാസം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എക്സാം നടക്കാൻ ഇനി 8 മാസോ 10 മാസോ 12 മാസോ കൂടെ ഉണ്ട്, അതുകൊണ്ട് പയ്യെ തുടങ്ങിയാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പഴയ അതേ സാഹചര്യത്തിൽ വീണ്ടും ശങ്കരൻ തെങ്ങുമ തന്നെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വീണ്ടും ആ പഴയ മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും അങ്ങ് പാസ്സായി പോവാം, എങ്ങനെയെങ്കിലും അങ്ങ് എനിക്ക് കടിച്ചു തൂങ്ങി എത്തിയാൽ മതി, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയേ അല്ല ഇത് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെൽഫ് റെസ്പെക്റ്റോട് കൂടി എനിക്ക് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും, അതിനുള്ള ഞാൻ സ്വന്തമായി സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള ധൈര്യത്തോടെ പരീക്ഷ കഴിയുമ്പോൾ ഇരിക്കാൻ പറ്റുന്ന ആളുകളാവണമെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്ലാറ്റ്ഫോംസ് 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്,
നിങ്ങൾക്ക് ദിശ അക്കാദമിക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ എന്തുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ലേണിംഗ് ആപ്പ് ഉണ്ട്, ദിശ ലേണിംഗ് ആപ്പ്. ഒരുപാട് ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു ഏരിയയാണ് ദിശ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളെ മുന്നിലുണ്ട്. അതൊക്കെ എന്താന്നൊക്കെ പറഞ്ഞു തരാമേ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂട്യൂബ് ഉണ്ട്. ഓക്കെ, ഓരോ സ്ഥലത്തും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓഫ്ലൈൻ ബാച്ചസിൽ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു 4 മാസം 5 മാസം അല്ലെങ്കിൽ 6 മാസം മാക്സിമം ഒരു പീരീഡ് വരുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും SSC GD യുമായിട്ട് ബന്ധപ്പെട്ട്. ആ ബാച്ചിൽ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യും. അതിലുള്ള ഭൂരിഭാഗം ആളുകളും നന്നായിട്ടിരുന്ന് കണ്ടന്റ് പഠിച്ച് ക്ലിയർ ചെയ്ത് പോവാറുണ്ട്. അതാണ് ഓഫ്ലൈൻ ബാച്ചിന്റെ പ്രത്യേകത. ഓക്കെ, പക്ഷെ ഇത്തവണ നമ്മൾ SSC GDക്ക് ഓഫ്ലൈൻ ബാച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴേ പറയാണ് കേട്ടോ, അങ്ങനെയല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് SSC GD വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എന്താണ് ഫൗണ്ടേഷൻ ബാച്ചിന്റെ പ്രത്യേകത? എവിടെയാണെങ്കിലും കേട്ടോ, SSC GD മാത്രമായിട്ട് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ലിമിറ്റേഷൻസ് വരും. ഫൗണ്ടേഷന്റെ പ്രത്യേകത എന്താ? ഫൗണ്ടേഷന്റെ പ്രത്യേകത നിങ്ങൾ കൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെ ചോദ്യം ചോദിച്ചാലും, ചോദ്യം ഏത് ടൈപ്പ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അതാണ് ഫൗണ്ടേഷൻ ബാച്ചസിന്റെ പ്രത്യേകത. ഫൗണ്ടേഷൻ ബാച്ചിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSC GD മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ MTS, അതുപോലെ തന്നെ CHSL, അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾ, നിങ്ങളെ യോഗ്യതയുള്ള പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയും. ഇനി റെയിൽവേ എക്സാംസ് എഴുതണോ, അതും എഴുതാൻ പറ്റും ഈ ഫൗണ്ടേഷന്റെ കൺസെപ്റ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഓഫ്ലൈൻ ബാച്ചസിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞ് അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ റിവിഷൻ വേണമെന്നുള്ള സമയമാകുമ്പോൾ ദിശ അക്കാദമി ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും SSC GD. അവസാനത്തേക്കാണ്. അന്നേരം പഠിക്കാൻ വേണ്ടി ആദ്യമായിട്ട് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ വന്നിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പടക്കം മുട്ടുന്ന പോലെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. കാരണം അത് റിവിഷന് വേണ്ടിയിട്ടുള്ള ബാച്ച് ആയിരിക്കും എന്നുള്ളത് ഓർത്തോളൂ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഫൗണ്ടേഷൻ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓഫ്ലൈൻ വരുന്ന ആൾക്കാരോടാണ് പറയുന്നത്. നമുക്ക് നമ്മളെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പേഴ്സ് കാണിച്ചു തരാം കേട്ടോ. ഇനി ലേണിംഗ് ആപ്പ് ഉണ്ട്. ലേണിംഗ് ആപ്പിൽ നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. യൂട്യൂബിനെ പറ്റി പറഞ്ഞുതരാം. യൂട്യൂബിൽ നമ്മൾ എങ്ങനെയാണ് ഇനി വരുന്ന ഒരു കാലത്ത് ഈ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യോധ എന്നുള്ള പേരിൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, യോധ 3.0. നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും, മറ്റേ മാസ് BGM ഒക്കെ വെച്ചൊരു ഷോർട്സ് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ യാതൊരു മടി സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും ദിശ അക്കാദമി സ്റ്റാർട്ട് ചെയ്യും. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലേണിംഗ് ആപ്പിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ യൂട്യൂബിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പയ്യെ ആയിട്ട് ഓരോ ലെവൽ കൂട്ടി നമ്മൾ കൊണ്ടുവരും. ഓക്കെ, യെസ്. ഇനി ഞാൻ ആ ലേണിംഗ് ആപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ ഒരു വലിയൊരു റെവല്യൂഷനാണ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം നമ്മൾ ഒരു 70+ അവേഴ്സ് മാത്സിന്റെ ക്ലാസ് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ടൈപ്സാ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇത്തവണ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മാത്സിന്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്സിന്റെ ക്ലാസ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകളും കൂടെ 220 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, 220 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ്സുകൾ എവിടെ അവൈലബിൾ ആവും? ആപ്പിൽ അവൈലബിൾ ആവും. ഇനി 300+ റെക്കോർഡഡ് സെഷൻസ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ടോട്ടൽ അപ്പൊ എത്രയാ? ടോട്ടല് 500ൽ കൂടുതൽ മണിക്കൂർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത്തവണ കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് വെറുതെ 500 മണിക്കൂർ എന്നാൽ 500 മണിക്കൂർ കണ്ടോ എന്ന് പറഞ്ഞു തരുന്നതല്ല അവിടുത്തെ കാര്യം. അവിടെ ഒരു വലിയ സർപ്രൈസ് ഉള്ളത് 1-to-1 മെന്റർഷിപ്പ് ആണ്. 1-to-1 മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടേബിളിൽ ഞാൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഈ ടേബിളിൽ നിങ്ങളെ മെന്റർ ഇരിക്കുന്നു, തൊട്ട് ഓപ്പോസിറ്റ് നിങ്ങൾ ഇരിക്കുന്നു വെർച്വലി. എന്നിട്ട് സംശയങ്ങൾ സ്പോട്ടിൽ ക്ലിയർ ചെയ്ത് പോകുന്നു. ഇത് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ മെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് എക്സാംസ് എഴുതി ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും. അവർക്ക് കൺസെപ്റ്റ് കൃത്യമായി ധാരണയുള്ള ആളുകളാണ്. അപ്പൊ 1-to-1 മെന്റർഷിപ്പ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി PDF നോട്ട്സ്, നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് വേണ്ടി PDF നോട്ട്സ് അവസാനം കുറെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതുപോലെ PDF നോട്ട്സ്, ഓക്കെ, അത് നമ്മൾ കോഴ്സിലാണ് കൊടുത്തിരുന്നത്, യൂട്യൂബിലല്ല. അപ്പൊ അങ്ങനെ കോഴ്സിൽ കൊടുത്തിരുന്ന PDF നോട്ട്സ് അതിന്റെ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ കണ്ടന്റ് കൂടുതലുള്ള വെർഷൻസ് ഇത്തവണ അവൈലബിൾ ആയി കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയിക്കാനുള്ളത്. ഇനി ഇത് സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ഒരുപാട്
ഒരുപാട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സാണ്. ഇതിനു വേണ്ടിയിട്ടാ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനെക്കാട്ടും വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ ഇത് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള കാര്യം എന്താ, അവിടെ നമുക്ക് ഫീസിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഒന്നല്ല, ഒരു വലിയ കോഴ്സാണ്, നീളം കൂടിയ കോഴ്സാണ്, ഫീസിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങൾ നേരത്തെ തുടങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്, നിങ്ങൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അതേ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. അങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുക, അവരെ കൂടെ നിൽക്കുക, അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, ആ ഒരു മെന്റാലിറ്റി ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക്, ഈ പറയുന്ന ദിവസങ്ങളിൽ 21st to 23rd ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെച്ചോളാം, മറക്കരുത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഇനിയും വെയിറ്റ് ചെയ്യുന്നത് വളരെ നമ്മളെ ഭാവിനെ തന്നെ തുലാസിൽ വെക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മറക്കാണ്ടിരിക്കുക. ഇനി യൂട്യൂബിലേക്ക് വരാം. യൂട്യൂബിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമേ. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്തോ. യെസ്, അപ്പോ യൂട്യൂബിനെ പറ്റി പറയാൻ ഞാൻ യൂട്യൂബില് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്ന എന്താ, നമ്മൾ കഴിഞ്ഞ വർഷം കുറെ ബേസിക് ക്ലാസ്സസ് ഇട്ട് തന്നു അല്ലെ, ബേസിക് ക്ലാസ്സസ് ഇട്ട് തന്നു. അതിനുശേഷം അവസാനമായപ്പോഴേക്കും നമ്മളൊരു മാസമായിട്ടുള്ള റിവിഷൻ നടത്തി. കേരളം ഞെട്ടിപ്പോയ റിവിഷനാണ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചാനലിൽ ഈ ലൈവ് കഴിയുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലൈവില് 15,000+ ആണ് ആൾക്കാർ കണ്ടിരിക്കുന്നത്. 16,000 ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 16,000 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, SSC GDക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 16,000 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവസാനത്തെ റിവിഷനിൽ മാത്രമായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്, തുടക്കം മുതലേ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ തവണ നിങ്ങളെ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നത് ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള മെത്തേഡായിരിക്കും. അതായത് നിങ്ങളോട് പല പല വീഡിയോസും കാണാൻ പറയും, അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ ലൈവ് ക്ലാസ്സസ് എൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ കാരണം, നമ്മുടെ ഓഫ്ലൈനിലെ കുട്ടികൾക്കും അതുപോലെ ആപ്പിലെ കുട്ടികൾക്കും കണ്ടന്റ് അത്യാവശ്യം ആവുന്ന സമയത്തെ നമ്മൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം അവർക്കും കൂടെ യൂട്യൂബിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർക്കും കൂടെ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഒരു എക്സ്ട്രാ റിവിഷനും കൂടെ അതിന്റെ കൂടെ കിട്ടും. അതായത് പെർസെന്റേജ് ഒക്കെ ആപ്പിൽ കിട്ടിയ ഒരു കുട്ടിക്ക് പെർസെന്റേജ് നമ്മുടെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് റിവിഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ 8 മണിക്കൂർ 9 മണിക്കൂർ പെർസെന്റേജ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് ഈ യൂട്യൂബിലെ ക്ലാസ്സസ് കണ്ടുപോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ ആപ്പിലെ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പ്രശ്നം എന്നോട് ഇവിടെ ആരോ പറയുന്നുണ്ട്, PYQ പഠിച്ചാൽ പോരെയെന്ന്. ഈ PYQന്റെ പ്രശ്നം അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ വർഷം വരെ അത് സേഫ് ആയിരുന്നു ഒരു പരിധി വരെ. പക്ഷെ ഇത്തവണ വെണ്ടർ ചേഞ്ച് ആവുന്ന സമയത്ത് PYQ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് ഇടുന്നത്. ഇത്രയും നേരം അത് പറഞ്ഞില്ലേടാ ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക, ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. വെണ്ടർ മാറുമ്പോ പ്രീവിയസ് ഇയർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ്. അവരെന്തായാലും സിലബസിന്റെ ഉള്ളിൽ ചോദിക്കുള്ളൂ, പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചോദിക്കും. നിങ്ങൾ എക്സെട്ര കണ്ടിരുന്നില്ലേ? എക്സെട്രയിൽ എന്താ ചോദിക്കുക? എക്സെട്ര എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടോപ്പിക് ആണോ? അല്ല. അപ്പൊ അവിടെ അവർക്ക് അതിനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. യൂട്യൂബിൽ നമ്മൾ 3.0 സ്റ്റാർട്ട് ചെയ്യും. തീർച്ചയായിട്ടും വരും മാസങ്ങളിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, വരും ദിവസങ്ങളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഓഫ്ലൈനിലും ആപ്പിലും ഒക്കെ ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ നമ്പർ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ കാണുന്ന ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 2 നമ്പറുകളിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ ജോയിൻ ചെയ്യണ്ട, ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ എന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ അവിടെ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എവിടെയെങ്കിലും പോയിട്ട് ചോദിക്കരുത്, സാർ ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ, ഇത്രയും മാർക്ക് മതിയോ, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുമോ, അങ്ങനത്തെ ഒരു ടോണിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും, ഒരു ഗതികേടിന്റെ ടോണിലേക്ക് ഒരിക്കലും ഇത് കാണുന്ന കുട്ടികൾ, ദിശ അക്കാദമിനെ ഫോളോ ചെയ്യുന്ന കുട്ടികൾ പോകാൻ വേണ്ടി പാടില്ല. അത് ഞങ്ങളെയും സങ്കടമായി ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് അത് വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് തന്നെ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പറ്റുന്ന ആളുകളൊക്കെ ഉടൻ തന്നെ നമ്മുടെ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്ത ആളുകൾ നിങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങൾ വെയിറ്റ് ചെയ്യുക. യൂട്യൂബിലെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ലേറ്റ് ഒന്നുമല്ല, നമ്മൾ ഇത്തവണ നേരത്തെയാണ്. അതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ആപ്പിലൊക്കെ നമ്മൾ പക്കായിട്ട് കവർ ചെയ്തിട്ടായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ കവർ ചെയ്ത് പോയി, പക്ഷേ നമുക്ക് രണ്ടാമത് മൊത്തം കവർ ചെയ്യാൻ പറ്റിയില്ല. ഒരു റൗണ്ട് കവർ ചെയ്തു, രണ്ടാമത് റിവിഷനിലൊക്കെ നമ്മളെ എല്ലാ ഇടത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ എക്സാം വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇത്തവണ അങ്ങനെയല്ല, നമുക്ക് ഒന്നാമതും ചെയ്യണം, രണ്ടാമതും ചെയ്യണം, മൂന്നാമത് യൂട്യൂബിലും ചെയ്യണം. മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയാക്കും. മൊത്തത്തിൽ നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. അതിനുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാ, ഈ 30 കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് എന്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മളെ ആപ്പിൽ കുറച്ച് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ആ ക്ലാസ്സുകളും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ടൊരു കോൺഫിഡൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, പറഞ്ഞോ. യെസ്, എന്തെങ്കിലും ഉണ്ടോടാ, ചോദിച്ചോ നിങ്ങള്. കട്ട് ഓഫ് വീഡിയോ ചെയ്യോ? കട്ട് ഓഫ് വീഡിയോ ചെയ്യാറാ. ഒരെണ്ണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെയ്തു, SSC ചതിച്ചതാ. കഴിഞ്ഞ ദിവസം ഒരെണ്ണം ചെയ്തു, അത് കഴിഞ്ഞപ്പോ അവര് കട്ട് ഓഫ് അല്ല വേക്കൻസി കൂട്ടി. ഇനിയിപ്പം ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. യെസ് ചെയ്യാം. ഫൗണ്ടേഷൻ ബാച്ച് എന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ബാച്ചസ് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമുക്ക് മെയ് മാസത്തിൽ ഒരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, SSC റെയിൽവേ എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാ അക്കാദമിയിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ മെയ് 5 തൃശ്ശൂരും, മെയ് 5 കോഴിക്കോട്, കൊല്ലം, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കൊട്ടാരക്കരയും, പിന്നെ തൃശ്ശൂർ മെയ് 2-ാം തീയതിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഫൗണ്ടേഷൻ ബാച്ചിന്റെ കേസ്. ഇനി ഇവിടെ കാലിക്കറ്റ് ദിശ അക്കാദമിയിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, യൂട്യൂബിൽ എല്ലാ ക്ലാസ്സും ഇടൂലേ? യൂട്യൂബിൽ ക്ലാസ്സസ് ഇടും എന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. പക്ഷെ നമുക്ക് ഇത്രയും ബാച്ചസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇടുന്ന എഫേർട്ട് കഴിഞ്ഞ വർഷത്തെ അത്ര തന്നെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആദ്യം ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് ക്ലാസ്സും പിന്നെ റിവിഷനും ഉണ്ടാവുക. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആപ്പിലൊക്കെ കവർ ചെയ്യുന്ന പോലെ കവർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ നമുക്ക് പൈസ തരുന്നുണ്ട് എന്നുള്ള ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ തുടക്കത്തിലേ തുടങ്ങുന്നുണ്ട്, അവർക്ക് വേണ്ടി ഒരുപാട് സമയം നമ്മൾ ചെലവാക്കുകയും ചെയ്യും. ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. സ്റ്റിൽ യൂട്യൂബിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഈ നിങ്ങൾ ചിന്തിക്കേണ്ട, യൂട്യൂബിൽ 15,000 ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു 500 ആളുകളൊക്കെ എന്തായാലും നമ്മളെ ലിസ്റ്റിലേക്ക് എത്തുന്ന ആളുകളായിരിക്കും. പക്ഷെ ആപ്പിലേക്കും നമ്മുടെ ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ അവിടെയുള്ള സക്സസ് പെർസെന്റേജ് കൂടും. കാരണം നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം. 26 വയസ്സ് ഏത് മാസം വരെ കാൽക്കുലേറ്റ് ചെയ്യുന്ന GD? ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പം സപ്പോസ് നിങ്ങളോട് പറയുകയാണ് അവര് ഒരു ക്രൂഷ്യൽ ഡേറ്റ് പറയുകയാണ് 2025 ഓഗസ്റ്റ് 1. ഇതാണ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് വിചാരിച്ചോ. നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു ഡേറ്റിന് ശേഷമായിരിക്കണം നിങ്ങളെ 23rd ബർത്ത്ഡേ. ഓക്കെ, ഇനി ചിലപ്പോ നിങ്ങള് OBC ആയിരിക്കും. OBC ആണെങ്കിൽ ഈ ഒരു ഡേറ്റിന് ശേഷമായിരിക്കണം നിങ്ങളെ 26th ബർത്ത്ഡേ. ഇനി നിങ്ങൾ SC ST ആണെങ്കിൽ 28ാമത്തെ ബർത്ത്ഡേ, 28th ബർത്ത്ഡേ എപ്പോഴായിരിക്കണം? ഈ ഡേറ്റിന് ശേഷമായിരിക്കണം. ആ ഡേറ്റിന് ശേഷം നിങ്ങളെ ഏജ് ലിമിറ്റുള്ള ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റും. അതായത് മിക്കവാറും വരാൻ പോകുന്ന ഓഗസ്റ്റ് മാസം തന്നെ ആയിരിക്കും ഈ പറയുന്ന ഡേറ്റ് ക്രൂഷ്യൽ ഡേറ്റ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഓഗസ്റ്റിൽ 23 ആവുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ സമയത്തൊക്കെ 23 ആവാൻ പോകുന്ന ആളുകൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഇനി അതിന്റെ മുന്നേ ആണെങ്കിൽ നമുക്ക് ആ ക്രൂഷ്യൽ ഡേറ്റിന്റെ ഡേറ്റ് ഉറപ്പില്ല. എനിക്ക് ഓഗസ്റ്റ് 1 ഒന്നും ഉറപ്പില്ല. കഴിഞ്ഞ തവണ ഏകദേശം ആ ഒരു ടൈമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓഗസ്റ്റ് 1 എന്ന് പറഞ്ഞത്. ആ ടൈമിലായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഏജ് ലിമിറ്റിന്റെ കാര്യം പ്രോപ്പർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ ഈ സമയമാവണം എന്നുള്ളത് നിങ്ങൾ ഓർത്തുക. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ്സസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക.
കൂടുതൽ അപ്ഡേറ്റ്സ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് അപ്ഡേറ്റ്സ് ഉടനെ തരുന്നതായിരിക്കും. നമുക്ക് ഇനി ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ എല്ലാം അൺഒഫീഷ്യൽ ആണ്, അതുകൊണ്ടാണ് നിങ്ങളോട് പറയാത്തത്. ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും ലൈവ് വരും. ലൈവിൽ എല്ലാവരും ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെന്ന കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിമാൻഡ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.